അതെ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളുടെ ഗ്യാതറിങ്ങിൻ്റെ ആദ്യത്തെ ദിവസത്തെ ആ വെൽക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ദിവസം ഏകദേശം ഉച്ചയോടുകൂടി ഞങ്ങൾ സോണിയയുടെ വീട്ടിലെത്തി. നല്ല വെൽക്കം പ്രോഗ്രാമൊക്കെ വളരെ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ സമയം കിട്ടി. അപ്പം അതേപ്പറ്റി ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരെ പറ്റിയുള്ള അന്ന് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഇന്ന് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു അവലോകനം പരസ്പരം ഞങ്ങൾക്ക് നടത്താൻ പറ്റി. അതേപ്പറ്റിയുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. ചങ്ങാതി നല്ലതാണെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിങ്ങൾക്ക് റിയലായിട്ടുള്ള ഞങ്ങളുടെ പലരുടെയും സ്വഭാവങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആദ്യം സാരിയൊക്കെ ഉടുത്ത്, അതായത് എല്ലാവരും ഒറ്റ കളർ സാരി ഉടുത്ത്, പല കളറിലെ ഡിഫറെൻറ്റ് കളറ്, പക്ഷേ ഒറ്റ കളർ സാരി ഉടുത്ത് എല്ലാവരും ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഇതാണ്. പിന്നെ അടുത്ത ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ജീൻസും ടീഷർട്ടുമായിരുന്നു. അപ്പോൾ അതിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം നിങ്ങൾ കാണുന്നുണ്ടെന്ന് എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ ഒരു ഷോള്, അത് ഞങ്ങളുടെ കൂടെയുള്ള കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. അതിലെ 2 സിസ്റ്റേഴ്സ്, സിസ്റ്റർ സുനന്ദയും സിസ്റ്റർ അനിലയും വന്നിരുന്നു. സിസ്റ്റർ സുനന്ദ ഞങ്ങൾക്ക് വേണ്ടി തന്നതാണ് ഈ ഷോള്. ഞങ്ങളെല്ലാവരെയും കഴുത്തിലിട്ട് തന്നു. പിന്നെ ഇവിടെ കാണുന്നത് ഈ ജീൻസും ടീഷർട്ടും, ഇത് സോണിയ, അതായത് ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും കൂടുതൽ ഒരു ഫാഷൻ സെൻസ് ഉള്ള വ്യക്തിയാണ്. അവളിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള രീതിയിൽ അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡിസൈൻ ചെയ്ത ടീഷർട്ടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ, ലെറ്റസ് ബി ടുഗദർ, ലവ് ടുഗദർ എന്നുള്ള രീതിയിൽ എനിക്കാണ് മെറൂൺ കളറും ആ കളർ കോമ്പിനേഷനും വൈറ്റും യെല്ലോയും മെറൂണും നടുക്കുള്ള ഹാർട്ടും എല്ലാം വളരെ മനോഹരമായിട്ട് അവൾ ചെയ്തു തന്നു ഞങ്ങൾക്കെല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു. ആ എംബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അപ്പം അത് ഞങ്ങളെല്ലാവരും എന്നും ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി അവൾ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് ഈ ടീഷർട്ട്. ഞങ്ങൾ എല്ലാവരും അതിട്ട് ഫോട്ടോ എടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ബാച്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തത് ഒരു 65 കുട്ടികളുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നും, കാശ്മീർ മുതൽ പഞ്ചാബ്, നേപ്പാൾ, ബംഗാൾ, അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ പൊക്കമുള്ളവരും പൊക്കം കുറഞ്ഞവരും സുന്ദരികളും അല്ലാത്തവരും എല്ലാവരും കലർന്ന ഒരു ബാച്ചായിരുന്നു. കൂടുതൽ